പി.സി. ജോർജും സഭകളുമായുള്ള ഉടക്ക് വല്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പി.സി. ജോർജ് കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെയും ദീപിക പത്രത്തിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ദീപിക പത്രം കോൺഗ്രസിന് അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നായിരുന്നു പി.സി. ജോർജിൻ്റെയും മകൻ ഷോൺ ജോർജിൻ്റെയും ഏറ്റവും വലിയ പരാതി. ഈ പരാതി വലിയ തരത്തിൽ ഉയരുകയും അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മാത്രവുമല്ല, വല്ലാത്ത അധിക്ഷേപങ്ങൾ പി.സി. ജോർജിൻ്റെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നു. പത്രത്തിന് എതിരെ മാത്രമല്ല, ബിഷപ്പിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു. ബിഷപ്പ് നേരിട്ട് കന്യാസ്ത്രീ മഠങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം എന്ന് വിളിച്ചു പറഞ്ഞുവെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയെന്നുമൊക്കെയാണ് പി.സി. ജോർജിൻ്റെ പരാതി. ഇത്തരത്തിൽ പി.സി. ജോർജ് വിളിച്ചു പറഞ്ഞ വിവരം കന്യാസ്ത്രീ മഠങ്ങളിലുള്ളവർ തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും പി.സി. ജോർജ് പറയുന്നുണ്ട്. കെ.സി. വേണുഗോപാലിനും കോൺഗ്രസിനും പി.ജെ. ജോസഫിനും അനുകൂല നിലപാടാണ് ദീപിക സ്വീകരിച്ചത് എന്നാണ് മകൻ ഷോൺ ജോർജിൻ്റെ പരാതി. FCRAയുടെ പേരിൽ വലിയ തരത്തിൽ ആശങ്ക സഭയിൽ നിലനിൽക്കുന്ന സമയത്ത് സഭയ്ക്ക് വേണ്ടി വാദിക്കാനും സഭയ്ക്ക് വേണ്ടി സഭയുടെ ആവശ്യങ്ങൾ കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ അറിയിക്കാനും ഉണ്ടായിരുന്നത് താനും പിതാവും മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ ഷോൺ ജോർജ് പറയുന്നത്. ഷോൺ ജോർജിൻ്റെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരോ അറിഞ്ഞിട്ടുള്ളതല്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു കാര്യം. എന്തായാലും ഷോൺ ജോർജും പി.സി. ജോർജും പരസ്യമായി നടത്തിയ ആരോപണങ്ങളോട് വലിയ തരത്തിലുള്ള അനുകൂല സ്വഭാവം ഇപ്പോൾ BJPക്കില്ല. അക്ഷരാർത്ഥത്തിൽ BJPയും വെട്ടിലായിരിക്കുകയാണ്. മധ്യ കേരളത്തിൽ BJPക്ക് അല്പം പിടിമുറുക്കുന്നതിന് വേണ്ടിയായിരുന്നു ക്രിസ്ത്യ സഭകളുമായി വലിയ അടുപ്പത്തിലാകുന്നതിന് കൂടി വേണ്ടിയാണ് പി.സി. ജോർജിനെയും ഒപ്പം ഷോൺ ജോർജിനെയും കൂടെ നിർത്താൻ തീരുമാനിച്ചത്. പക്ഷേ അവരുടെ ഈ നയങ്ങൾ വല്ലാതെ സഭകളെ മടുപ്പിക്കുന്നു എന്നാണ് BJP നേതാക്കന്മാരുടെ ഒരു പരാതി. പക്ഷേ പ്രത്യക്ഷത്തിൽ ഈ പരാതി ആരും തന്നെ നേതൃനിരയെ അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. FCRAയുടെ കാര്യത്തിൽ വലിയ തരത്തിൽ അവരുടെ ആശങ്ക പങ്കുവച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഷോൺ ജോർജ് ഇത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവച്ചതിനെ തുടർന്നാണ് പാർലമെൻറ്റിൽ ഈ FCRAയുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിക്കുന്നത് വൈകിപ്പിക്കുന്നത് എന്നായിരുന്നു ഷോൺ ജോർജിൻ്റെ ഒരു അഭിപ്രായം. എന്നാൽ ആ അഭിപ്രായത്തെ മുഖവിലക്കെടുക്കുവാൻ ബിഷപ്പോ അല്ലെങ്കിൽ ദീപിക ദിനപത്രമോ തയ്യാറായിട്ടില്ല. പിന്നെ രാഷ്ട്രീയക്കാരുടെ ഭീഷണിയുമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭീഷണി ഉയർത്തി മുണ്ടുമടക്കി കുത്തി വന്നാൽ പോലും അതിനു മുന്നിൽ കീഴടങ്ങുന്ന സ്വഭാവം ഒരിക്കൽ പോലും ദീപികയ്ക്കില്ല എന്ന് ദീപികയുടെ മുഖക്കുറിപ്പിൽ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ കത്തോലിക്ക സഭയുടെ മുഖപത്രവും ഒപ്പം ഷോൺ ജോർജും പി.സി. ജോർജും തമ്മിൽ തുടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതിന് പിന്നിൽ BJP ഇല്ല എന്ന് തന്നെയാണ് BJP നേതാക്കന്മാരുടെ ഭാഷ്യം. ഈ പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാവട്ടെ എന്ന് കണ്ട് അതിനെ വിലയിരുത്തുന്ന ചില രാഷ്ട്രീയ നേതാക്കളും ഉണ്ട്. കാരണം കേരളത്തിൽ അങ്ങനെ കണ്ട് BJP വളരണം എന്ന് ആർക്കും തന്നെ ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ BJP എവിടേക്കാണോ കണ്ണുവയ്ക്കുന്നത് അത് തുടക്കത്തിലെ തന്നെ തകർന്നു കഴിഞ്ഞാൽ BJPയുടെ തന്ത്രങ്ങൾ പൊളിയുമെന്ന് ചില രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ പരസ്യ നിലപാടുകൾ സ്വീകരിക്കാത്തതും അതിനൊപ്പം തന്നെ മറുപടി പറയാത്തതും ഇത് ഏറ്റുപിടിക്കാത്തതും. ഷോൺ ജോർജും ഒപ്പം തന്നെ പി.സി. ജോർജും ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പിന്തുണ അറിയിച്ച് BJP നേതാക്കൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടുമില്ല. ഇപ്പോൾ ഇരുവരും ആണ് BJPയുടെ നയം ഉൾക്കൊണ്ടുകൊണ്ട് പത്രത്തിനും ഒപ്പം സഭയ്ക്കുമെതിരെ സഭാ നേതൃത്വത്തിലെ ചില ബിഷപ്പുമാർക്കുമെതിരെയുള്ള പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇരുവരും പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. സഭയ്ക്കെതിരെ താങ്കൾ ഒന്നും തന്നെ പറയുന്നില്ല. പി.സി. ജോർജും പറയുന്നു, ഷോൺ ജോർജും പറയുന്നു, സഭ ഒപ്പമുണ്ട്. പക്ഷേ സഭയിലെ ചില ആളുകൾ, ചില ബിഷപ്പുമാർ, ഒപ്പം പത്രം, ഇരുവരും ചേർന്നാണ് ഈ ബന്ധങ്ങൾ വഷളാക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പി.സി. ജോർജിൻ്റെയും ഒപ്പം ഷോൺ ജോർജിൻ്റെയും ഭാഷ്യം. സഭയെ ഒപ്പം നിർത്തി
പത്രത്തിനെതിരെ വലിയ തരത്തിൽ ആരോപണമുന്നയിച്ച് മുന്നോട്ട് പോകാനാണ് ഷോൺ ജോർജിൻ്റെ ഇപ്പോഴത്തെ നീക്കം. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയം വലിയ തരത്തിൽ ആളിക്കത്തും എന്നുള്ളത് ഉറപ്പാണ്. പൂഞ്ഞാറിലും ഒപ്പം തന്നെ പാലായിലും അച്ഛനും മകനും പരാജയമുണ്ടായാൽ പിന്നീട് പഴി മൊത്തം കേൾക്കേണ്ടി വരിക പത്രവും ഒപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുമായി ബന്ധപ്പെട്ട ആളുകളുമായിരിക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മെയ് 4 വരെ കാത്തിരിക്കാനാണ് ഇരുവരും പറയുന്നത്. കാരണം ഇരുവരും ജയിക്കുമെന്ന് വിശ്വാസമുണ്ട്. കഴിഞ്ഞ ദിവസം PC ജോർജ് തന്നെ പറഞ്ഞു 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി പൂഞ്ഞാറിൽ നിന്നും വിജയിക്കുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇരുവരും പ്രതീക്ഷയിലാണ്. പക്ഷേ ചെറിയ ഒരു ആശങ്കയുണ്ട്, സഭയിലുള്ളവർ കാലുവാരിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ.